നടിപ്പ് ചക്രവർത്തി മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ദുൽഖർ സൽമാൻ എനിക്ക് കാണാൻ പറ്റില്ല ഈ സിനിമയിൽ. അതിഭീകര പെർഫോമൻസ് സിനിമയുടെ ട്രെയിലറിൽ പറഞ്ഞ പോലെ തന്നെ നടിപ്പ് ചക്രവർത്തി. നമുക്കൊരു നാഷണൽ ലെവൽ ഇതിനുള്ള പെർഫോമൻസാണ്, ബെസ്റ്റാണ്. തമിഴ്നാടിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ ഡയറക്ഷൻ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാവരുടെ ആക്ടിങ്, എല്ലാവരും ദുൽഖറിൻ്റെ മോളായിട്ട് സോറി അമ്മയായിട്ട് അഭിനയിച്ചു, മറ്റേ വൈഫായിട്ട് അഭിനയിച്ചു. റാണ ഓൾസോ അടിപൊളിയാണ്. ഒരു നല്ല ടോപ്പ് നോച്ച് ആയിട്ടാണ് എടുത്തത്. അത് ആഫ്റ്റർ ഇൻ്റർവെല്ലിൽ ഒരു പടം ഒരു ത്രില്ലർ മോഡിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് അത് നല്ല മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് പടം. ഇത് ഇപ്പൊ 2 ഭാഷയിലും ഉണ്ടല്ലോ പടം. രണ്ടിടത്തുനിന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടാനുള്ള സാധ്യത എടുത്തു. അല്ലല്ലോ, ഒറിജിനൽ തമിഴിൽ നിന്നാണ് അതിന് ഇത് ചെയ്യുള്ളൂ. സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള പെർഫോമൻസ് ഉണ്ട്. പഴയ അത് കറക്റ്റ് ഇല്ല അത് ആ ഇതിൽ തന്നെ 2 ഇതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതിൽ ആക്ടിങ് ആ ഒരു ഇതിൽ അത് സിനിമേനെ കാണിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഇതുള്ളത്. ഇനി ഭാഷയുടെ ആ ഒരു ഇത് മാറുന്നത്. അതിനുള്ളിൽ തന്നെ ഒരു കഥയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കൂടിയാണ് ഒരു ആഫ്റ്റർ ഇതിലേക്ക് വരുന്നത്. അതാണ് അതിൻ്റെ പടത്തിൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ഒരു റിട്രോ സാധാരണ മോഡലിലുള്ള ഒരു പടമായിരിക്കും വിചാരിച്ചു. ആഫ്റ്റർ ഇൻ്റർവെല്ലിൽ ഒരു ത്രില്ലർ മോഡലിലേക്ക് പോവുകയാണ്. അത് അപ് ടു ടൈലൻറ്റ് വരെ പടം ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ബെസ്റ്റ് എന്ന് പറയാം. ആ രീതിയിൽ ഒരു അവാർഡ് കിട്ടും. നല്ല പെർഫോമൻസ് ആണ്. ഡയറക്ടർ